ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോട് കൂടി കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലുതെ വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് റീഡിംഗ് കാണാൻ ശ്രമിക്കുക. കാർഡ് ഷഫിൾ ചെയ്യാണ്. കാർഡ്സ് ഇങ്ങനെ വീഴുന്നുണ്ടല്ലോ. ഓക്കെ, ഫുൾ മൂണിന് ശേഷം എത്ര പേർക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം, പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, നേട്ടം വന്നു എന്ന് പറയണം. ഒന്ന് മെസ്സേജ് ചെയ്യാം. പിന്നെ ഇനി കാര്യങ്ങൾ സാധിക്കാത്തവർക്ക് എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല, നമ്മൾ പറയുന്നത് പോലെ കറക്റ്റായിട്ട് പ്രാർത്ഥിച്ചാൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ അത്രമേൽ ആഗ്രഹത്തോടു കൂടിയിട്ട് ചെയ്താൽ സാധിക്കും എന്ന് ഞാൻ ഉറപ്പ് പറയാണ്. തടസ്സങ്ങൾ ഉണ്ടാകാം, നമ്മൾ മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തടസ്സങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരണം. ഇവിടെ വന്നു കഴിഞ്ഞു പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം ഒത്തിരി പേർക്ക് ഒരു പോസിറ്റീവ് എനർജി, ഡെത്ത് ആൻഡ് റീബർത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വേദനകൾ ഉണ്ടാകുന്നു, നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ആൻസേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ കാണിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് രാവിലെ റീഡിംഗ് എടുക്കാൻ പറ്റുന്നില്ല, ലോങ് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. റീഡിംഗ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ, പേഴ്സൺ റീഡിംഗ് ഉള്ളത് കൊണ്ടാണ്. 3 ഓഫ് പെന്റക്കിൾ റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തു രാവിലെ ഇടൂ, നേരം ആ സമയത്താണ് കാണാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ 4 ഓഫ് സോർട്സ് റിവേഴ്സ് ആണ്. ഒരു കാർഡും കൂടി എടുക്കാം, അതുകൊണ്ട് രാവിലെ തന്നെ ഉണ്ടാവും വെക്ക്. ഓക്കെ, നോക്കട്ടെ സെക്കൻഡ്. 6 ഓഫ് പെന്റക്കിൾ റിവേഴ്സ് ആണ്. ഇതിൻ്റെ ഇടയിൽ മെസ്സേജ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് സംശയം വരുന്നത്. ഇവിടെ 3 ഓഫ് സോർട്സ് റിവേഴ്സ് ആണ്. പേഴ്സണൽ റീഡിംഗ് ചോദിച്ചിട്ട് ഒത്തിരി മെസ്സേജ് ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് വരുന്നത് കേട്ടോ, ഇടയ്ക്ക് ബ്രേക്ക് ആയി പോവാണ്. ഇവിടെ ആദ്യത്തെ കാർഡ് പേജ് ഓഫ് കപ്സിന്റെ എനർജി പറയുന്നത്, ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. ആസ് എ ഡ്രീമർ, അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളാണെന്ന് യൂണിവേഴ്സ് പറയാണ്. ഈ റിലേഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബന്ധത്തിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ട്, ആക്ഷൻ എടുക്കാനായിട്ട് അവർ തയ്യാറാകുന്നു എന്നാണ്. അവർ എക്സൈറ്റഡ് ആണ്. പാസ്റ്റിൽ കുറേ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം, എന്നാൽ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഇവിടെ അവരുടെ സ്നേഹത്തെ, റൊമാൻറ്റിക് ഫീലിങ്സിനെ കാണിക്കുകയാണ്. നിങ്ങളെ നല്ല രീതിയിൽ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. തിരിച്ചു വരാണ്, ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് കാണിക്കുന്നത്. ഒരു ട്രാൻസിഷൻ ആണ് ഈ ഒരു ബന്ധത്തിൽ സംഭവിക്കുന്നത്. തെറ്റ് തിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ബാഡ് കർമ്മ എൻഡ് ആയിക്കൊണ്ട് സൈക്കിൾ തിരിയാണ്, റീബർത്തിലേക്ക് എത്താണ്. പുതിയ വിശ്വാസങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, പുതിയ വിശ്വാസങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ചേഞ്ചിനെ യൂണിവേഴ്സ് കാണിക്കുന്നു. ന്യൂ ഫൗണ്ടഡ് അവയർനെസ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ആ ഒരു പ്രോസസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പുതിയ തുടക്കമായിട്ട് കാണിക്കുകയാണ്. പാസ്റ്റിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, പാസ്റ്റിലുണ്ടായിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ മാറിക്കൊണ്ട്, തിരുത്തിക്കൊണ്ട് വരുന്നു. അപ്പൊ നിങ്ങളുടെ വേദനകൾ എൻഡ് ആകുന്നു എന്നാണ് 10 ഓഫ് സോർട്സ് പറയുന്നത്. പെയിൻഫുൾ എൻഡിങ് എന്നാണ് പറയുന്നത്. നിങ്ങളിലെ വിഷമ സമയങ്ങൾ മാറിക്കൊണ്ട് നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരുന്നു. അവരുടെ തിരിച്ചുവരവിനെ കാണിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ സമയത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വേദനകളെ കാണിക്കുന്നേ. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ അത്രയേറെ തളർന്നുപോയി, ഏതോ വിധേയനെ നോക്കിയാലും ശത്രുക്കൾ മാത്രമാണ്, വേദനകൾ മാത്രമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നു. ഇവിടെയാണ് നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നത്, യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വരുന്നത്. ഐ ആം ഹീലിംഗ് എവറി ഡേ എന്നുള്ളൊരു എനർജി നിങ്ങൾ എന്നു മുതൽ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ ഹീലിംഗ് ആണ് ആവശ്യം. അങ്ങനെയുള്ളവർക്ക് വേദനകൾ എന്തായിക്കൊണ്ട് നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി, നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം എത്തുകയാണ്. ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജി പറയുന്നത് അവരിലെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സിനെയാണ്, ഇമോഷണൽ ഇന്റലിജൻസിനെയാണ്. ഇവർ ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ പറയാണ്. നിങ്ങളിലേക്ക് ഒരു സ്റ്റെബിലിറ്റിയും ബാലൻസും വരികയാണ്. നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവിനെ തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ മറ്റുള്ള വ്യക്തികൾ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ആദ്യമൊക്കെ നിങ്ങളുടെ എനർജി അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. ഇന്ന് നിങ്ങളെ അത്രയേറെ അവർക്ക് മിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ ഈ ബന്ധം എന്ന് പറയുന്നത് എവിടെയും എൻഡായി പോകുന്ന ഒന്നല്ല, ഈ റിലേഷൻ എന്ന് പറയുന്നത് അവസാനിക്കുന്ന ഒന്നല്ല എന്നവർ തിരിച്ചറിയാണ്. ഇവിടെ
റീകണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്ന് കാർഡ് മീൻ ചെയ്യാണ്. തുടക്കത്തെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് ഈ ബന്ധം എന്ന് പറയുന്നത്. ആദ്യമൊക്കെ ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു പക്ഷിയെ പോലെ ആയിരുന്നു. റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം. ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് നിങ്ങളും അവരും ഇന്ന് ഈ ഒരു ജീവിതത്തിലേക്ക് പുതിയതായിട്ട് കാലെടുത്ത് വെക്കാൻ പോകുന്നത്. വ്യക്തികളുടെ എനർജി ഉണ്ടാവാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. അതിൽ നിന്നൊക്കെ മോചനം, ഫ്രീഡമാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അപ്പൊ പുതുതായിട്ട് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ, നിങ്ങൾ പോസിറ്റീവിനെ നിങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി വരികയാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും ഒരാളെയും അങ്ങോട്ട് ചേസ് ചെയ്ത് പോകരുത്. നമ്മളുടെ വാല്യൂ അവർ തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കാം. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത്. നമ്മളുടെ വാല്യൂ അവർ തിരിച്ചറിയണം. നമ്മൾ അങ്ങോട്ട് എപ്പോഴെപ്പോഴും ചെല്ലുകയാണെങ്കിൽ അത് തിരിച്ചറിയില്ല. അവർക്ക് നമ്മളെ മിസ് ചെയ്യണം, അല്ലേ? നമ്മൾ 2 ദിവസം അവർക്ക് അവൈലബിൾ ആവാതാകുമ്പോൾ നമ്മളെ തേടി വരണം. നമ്മളവർക്ക് മിസ് ചെയ്യണം. അവിടെയാണ് യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, സൈലന്റ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. സെൽഫ് ലവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോഴാണ് നിങ്ങൾക്കുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് അവർക്ക് അത്രയേറെ സ്നേഹം ഉണ്ടെങ്കിൽ അവർ തിരിച്ചു വരും, ഉറപ്പാണ്. ഒരു മെസ്സേജെങ്കിലും ചെയ്യാതിരിക്കില്ല. സാഹചര്യം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജെങ്കിലും ചെയ്യാതിരിക്കില്ല. ഉറപ്പായിട്ടും പറയാണ്. ഇവിടെ 9 ഓഫ് പെന്റക്കിൾ റിവേഴ്സാ വന്നിട്ടുള്ളത്. ഈ ബന്ധത്തിന്റെ വാല്യൂ അവർ തിരിച്ചറിയുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്ട് ആണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയപ്പെടാനായിട്ടുള്ള ഒരു സമയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വർക്കഹോളിക് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ എനർജി കാണിക്കുന്നു. അവർ അത്രയേറെ ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അവരുടെ കരിയറിൽ അത്രയേറെ ബിസി ആയിട്ടുള്ള ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ന് മാറിപ്പോയിട്ടുള്ളത്? അവിടെ നിന്നും ഒരു തിരിച്ചറിവ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അവർ തനിച്ചായതുപോലെ ഫീൽ ചെയ്യുന്നു. അവർ ഒറ്റപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നു. അവർക്ക് ഏത് രീതിയിലും സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത്, അവരുടെ ഇമോഷൻസ് അറിഞ്ഞുകൊണ്ട് അവരുടെ കൂടെ നിന്നിട്ടുള്ളത് നിങ്ങളാണ് എന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളെ അവർക്ക് മിസ് ചെയ്യാണ്. ഈ ഒരു ബന്ധത്തിൽ സക്സസ് ആണ് കാണിക്കുന്നത്. ഈ ബന്ധത്തിന്റെ വാല്യൂ തന്നെയാണ് അവരെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണിക്കുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ടവർ ബ്രേക്ക് ആവാണ്, നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷനിലാണെങ്കിൽ, നോ കോണ്ടാക്ട് ആവണമെങ്കിൽ അവിടെ കോണ്ടാക്റ്റിനുള്ള സാധ്യതയാണ് യൂണിവേഴ്സ് പറയുന്നത്. കമ്മ്യൂണിക്കേഷനുള്ള സാധ്യത, അവർ കോളോ മെസ്സേജോ ചെയ്യാനുള്ള സാധ്യത യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നു. ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോവാണ്. ആ ഒരു മിറാക്കിളിനായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യാം, പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഡിസയർ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക. അത് സാധിച്ചതായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഹീലിംഗ് ആവശ്യമാണ് കേട്ടോ. നമുക്ക് ആരോടും ദേഷ്യം വൈരാഗ്യം പാടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടം നിങ്ങളിലേക്ക് തന്നെയാണ്. ടവർ ബ്രേക്ക് ആവാണ്. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് പെന്റക്കിൾ റിവേഴ്സാ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മറ്റുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കുകയാണ്. അവർക്ക് കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അവരോടൊപ്പമുള്ളവരെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. ഇവര് മുൻപ് വർക്ക് ചെയ്തെടുത്ത് അവർക്ക് എല്ലാ രീതിയിലും സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ അവർ പുതിയൊരു കരിയർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവിടെ അവർക്ക് ചില വ്യക്തികൾ അവർക്ക് ഒരു നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാണ്. അവരെ ഒരു ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി ആയിട്ട് കാണിക്കുന്നു. അപ്പൊ അവര് അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പി അല്ല വർക്ക് ചെയ്യുന്നവർക്ക്. അതുപോലെ തന്നെ ഈഗോ ക്ലാഷിനെ കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ പ്രവൃത്തി, ഈ വ്യക്തിയുടെ പെരുമാറ്റം എല്ലാം മറ്റുള്ളവർക്ക് കുറച്ച് നീരസം ഉണ്ടാക്കുന്നുണ്ട്, ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഈഗോ ക്ലാഷിനെയാണ് കാണിക്കുന്നത്. അപ്പൊ അവർക്ക് അവരെ തന്നെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പോൾ ആദ്യമൊക്കെ നിങ്ങളോട് അവർ ഷെയർ ചെയ്തിരുന്നിരിക്കാം, അവരുടേതായ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ അവർക്ക് സാധിക്കുന്നില്ല. കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മാറി നിൽക്കുകയാണ്. ഇവിടെ അവർക്ക് നിങ്ങളെ അപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് അത്രയേറെ ഒരു പോസിറ്റീവ് എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളാണ് പോസിറ്റീവ് എനർജി. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഒരു മെന്റൽ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടാവാം. അപ്പൊ അത് ഇപ്പൊ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന പോലെ, ഈ റിലേഷന്റെ വാല്യൂ തിരിച്ചറിയുന്ന പോലെ ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ആരാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്, അവരെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിരുന്നത് എന്ന് അവർ മനസ്സിലാക്കാണ്. ഒരു ട്രാൻസിഷൻ തന്നെയാണ് 6 ഓഫ് സോർട്സിന്റെ എനർജി പറയുന്നത്. അവരിലേക്ക് മാറ്റം സംഭവിച്ചു. നിങ്ങളെന്ന വ്യക്തിയെ അവർ തിരിച്ചറിഞ്ഞു തുടങ്ങിയ നിമിഷത്തെ ഇവിടെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ്. ഹെൽപ്പ് അറൈവിംഗ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം. കാരണം ഇവിടെ പാസ്റ്റിലെ ഷെയ്ഡോ അവരെ കാണിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നാണ് കാർഡ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ജേർണി സംഭവിക്കുന്നു. ഇന്ന് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള വ്യക്തി
ഈ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവുന്നത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ തിരിച്ചറിവ് വന്നുകൊണ്ട് അവരുടെ തിരിച്ചുവരവിനെയാണ് യൂണിവേഴ്സ് മീൻ ചെയ്യുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഈസി ആയിട്ട് ക്രോസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നാണ്. കാരണം തിരിച്ചറിവിന്റെ വക്കിലാണ് അവര്. അവർക്ക് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവര് തനിച്ചായതുപോലെ ഫീൽ ചെയ്യാണ്. നിങ്ങളാണ് സപ്പോർട്ട് നിന്നിട്ടുള്ളത്. അവരൊറ്റയ്ക്കാണ്. ഹീറോഫിന്റെ എനർജിയാണ്. ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൺ ഇന്ന് മാറ്റങ്ങൾ ഒരു തുടക്കത്തെ കാണിക്കുകയാണ്. അവർക്ക് അവരുടെ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒറ്റപ്പെടലായിട്ട് ഫീൽ ചെയ്യാണ്. അവർക്ക് ആരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ഫീലിങ്സ്. അവർക്ക് കുറച്ചെങ്കിലും ഒരു ഹാപ്പി ഉണ്ടായിരുന്നത് നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ്. ഒരു പോസിറ്റീവ് എനർജി നിങ്ങളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഏതൊരു കാര്യത്തിൽ അവര് വിഷമിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ആ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അത് ഭയങ്കര പോസിറ്റീവാണ് അവർക്ക്. ആ പോസിറ്റീവ് എനർജി തന്നെയാണ് അവരെ ഇത്രയും നാൾ മുന്നോട്ട് നടത്തിയിരുന്നത്. എന്നാൽ അവരുടെ കുറച്ച് കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട്, പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയി. ഇന്ന് തിരിച്ചറിവ് അവരിൽ സംഭവിക്കുന്നു. നിങ്ങളുടെ വാല്യൂ, അത് വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, നിങ്ങളുടെ വാല്യൂ തന്നെയാണ് തിരിച്ചറിയപ്പെടുന്നതായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ചവർ വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ തിരിച്ചുവരവിനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ജീവിതത്തെ അവര് കാണാണ്. 6 ഓഫ് പെന്റക്കിൾ റിവേഴ്സ് ആണ്. 6 ഓഫ് പെന്റക്കിൾ റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വഴിയാണ് കാണിക്കുന്നത്. ഒരുപാട് പെന്റക്കിൾസ് ഇങ്ങനെ വീഴുന്നുണ്ട്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ് തന്നെയാണ് 6 ഓഫ് പെന്റക്കിൾ പറയുന്നത്. റിവേഴ്സ് പറയുന്നത് സെൽഫിഷ്നെസ്സിനെ കാണിക്കുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്. തിരിച്ചറിവ് വന്നുകൊണ്ട് അവർ വരുന്നു. ഹെൽപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. വൺ വേ ഫ്ലോ ഓഫ് അബണ്ടൻസ് എന്നുള്ളൊരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് ഇവിടെ അബണ്ടൻസ് ആണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളെടുക്കുന്ന തീരുമാനമാണ് ഇവിടെ നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് കാണിക്കുന്ന, അബണ്ടൻസ് ആയിട്ട് കാണിക്കുന്ന. വിശ്വസിക്കുക. ആരിൽ? പ്രപഞ്ചത്തിൽ വിശ്വസിക്കാൻ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പെന്റക്കിൾസ് വരാനുള്ള സാധ്യത ഒരു വഴിയിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം. ഇവിടെ 6 എന്നുള്ള എനർജി ഉണ്ട്. എന്നാൽ റിവേഴ്സ് വന്നുകൊണ്ട് ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള, നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇന്ന് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി വരികയാണ്, അബണ്ടൻസ് വരികയാണ് കേട്ടോ. ഇവിടെ 4 ഓഫ് സോർട്സ് റിവേഴ്സ് വന്നിട്ടുള്ളത്. ഇവിടെ തിരിച്ചറിവിന്റെ സമയമായിട്ട് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ചിന്തിച്ചു പ്രവർത്തിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എന്നാണ്. റിക്കവറിങ് എന്നുള്ളൊരു എനർജിയാണ്. ഇവിടെ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഡേഞ്ചറസ് സിറ്റുവേഷൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള മോശം സമയം ഉണ്ടായിരുന്നു. ആ സമയം കഴിഞ്ഞു. ഇനി നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. സെൽഫ് ലവ് ചെയ്യുക. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോഴാണ് ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരുന്നത്. അവിടെയാണ് നമ്മൾ എങ്ങനെ ചെയ്യണം, നമ്മളുടെ തീരുമാനത്തെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അത്രയും എനർജറ്റിക് ആയിട്ട് ഞാൻ സംസാരിക്കണമെങ്കിൽ ഇനി ഇവിടെ അങ്ങോട്ട് നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടം തന്നെയാണ് വരുന്നത്. 3 ഓഫ് സോർട്സിന്റെ എനർജി റിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അതിയായി വേദനിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. അവർ ഹീൽ ചെയ്യുന്നുണ്ട്. റിഗ്രറ്റിംഗ് ആണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ ഒരു സാഡ്നെസ്സിനെ കാണിക്കുന്നു. നിങ്ങളും ആ ഒരു സെപ്പറേഷനിൽ വരാനായിട്ട് കാരണം അവർ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് അവരെ ഇന്ന് വേദനിപ്പിക്കുന്നത്, ദുഃഖത്തിൽ ആഴ്ത്തുന്നതായിട്ട് കാണിക്കുന്നത്. ഇവിടെ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, പാർട്ടാണ് നിങ്ങൾ എന്നവർ തിരിച്ചറിയാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ, ഈ ലോസിൽ ഹാർട്ട് ബ്രോക്കണെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇന്ന് അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങളിലേക്കാണ്. അവർ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളും അവരും ഒരു കമ്മ്യൂണിക്കേഷനുള്ള സാധ്യത തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രോഗ്രസ് തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യാം. പോസിറ്റീവിനെ നിങ്ങളിലേക്ക് കൊണ്ടുവരാം. ടൈം കാർഡ് എടുക്കുകയാണ്. വോയിസ് കുറച്ച് ക്രാക്കിംഗ് ഉണ്ട്. ക്ലൈമറ്റിന്റെ ഉണ്ടോ റീഡിങ്ങും ആയിട്ട് കുറച്ച് ക്രാക്കിംഗ് ഉണ്ട്. ഇതിനിടയിൽ കോള് വരുന്നുണ്ട്, അതുകൊണ്ടൊന്ന് ബ്രേക്ക് ആയി പോവാണ്. 3 കാർഡ്. In 23 days, 25 days, within 6 months. 3 കാർഡ് കിട്ടിയിട്ടുണ്ട്. 23, 25, 6 മാസം. അപ്പോൾ ഈ റീഡിങ്ങിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏത് കാർഡാണോ വാലിഡ് ആയിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കാം, ഇല്ല വെച്ച് കഴിഞ്ഞാൽ വിട്ടുകളയാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ, പേഴ്സണലായിട്ട് അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് തന്നെയായിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത്. വിശ്വസിക്കാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.